യെസ്. അപ്പോൾ ചെക്കിങ്ങിന് വേണ്ടി എല്ലാവരും റെഡിങ് ഒക്കെ എടുത്തോട്ടോ. യെസ്. ആൻസേഴ്സ് പടാന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യും. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ആർ നോട്ട് പെർഫെക്റ്റ് സ്ക്വയർസ്. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർസ് അല്ലാത്ത നമ്പേഴ്സ് ഏതൊക്കെയാണ് നമുക്കറിയാം. 2-ലും 8-ലും എൻഡ് ചെയ്യുന്ന ഒരു നമ്പറും പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കൊടുക്കാം കേട്ടോ, 1 മാർക്ക്. ഏതെങ്കിലും ഒരെണ്ണം മിസ്സായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരെണ്ണം റോങ് ആയിട്ടുണ്ടെങ്കിൽ ഹാഫ് മാർക്ക് കൊടുത്താൽ മതി. ഓക്കെ ആണെങ്കിൽ ടാറ്റ കാണിച്ചേ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാലോ. യെസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വൺസ് ഡിജിറ്റ് അല്ലെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് എൻഡ് വിത്ത് 1. ഏത് നമ്പേഴ്സ് ആണ് 1 എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ് എന്ന് ചോദിച്ചേക്കണേ. അപ്പം 1ന്റെ ലാസ്റ്റ് 1 വരുന്ന നമ്പറിന്റെ സ്ക്വയർ 1ലായിരിക്കും എൻഡ് ചെയ്യുക. അതേപോലെ തന്നെ 9 വരുന്ന നമ്പറിന്റെ സ്ക്വയറും 1ലായിരിക്കും എൻഡ് ചെയ്യുക. അപ്പൊ ഈ രണ്ട് നമ്പേഴ്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്. തെറ്റായിട്ട് ആരെങ്കിലും എക്സ്ട്രാ ഒരു നമ്പറൊക്കെ വെറുതെ ഇട്ടുണ്ടെങ്കിൽ 1/2 മാർക്ക് കുറച്ചോ. ഓക്കെ. ചിലവർ ഇതും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വെച്ചു കൊടുക്കും. ഓക്കെ. അപ്പൊ അങ്ങനെ വേണ്ട, അത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഒരു ഹാഫ് മാർക്ക് കുറച്ചോ. അത് കൺസെപ്റ്റ് ക്ലിയർ അല്ലാത്ത അല്ലെങ്കിൽ കൺസെപ്റ്റ് പഠിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ 1ൽ എൻഡ് ചെയ്യുന്ന നമ്പറിന്റെ സ്ക്വയറും 9ൽ എൻഡ് ചെയ്യുന്ന നമ്പറിന്റെ സ്ക്വയറും 1ലായിരിക്കും എൻഡ് ചെയ്യുക. അപ്പൊ ഈ ഒരു ആൻസർ എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണത് 1 2 3 4 എന്ന് പറഞ്ഞ നമ്പറിന്റെ വൺസ് ഡിജിറ്റ് അല്ലെങ്കിൽ 1 2 3 4 എന്ന് പറഞ്ഞ നമ്പറിന്റെ സ്ക്വയറിന്റെ വൺസ് ഡിജിറ്റ് എന്താണ്, അല്ലെങ്കിൽ 1 2 3 4ന്റെ സ്ക്വയർ ഏത് നമ്പറിലായിരിക്കും എൻഡ് ചെയ്യണേ. അപ്പൊ 4ൽ എൻഡ് ചെയ്യുന്ന നമ്പറിന്റെ സ്ക്വയർ 6ലായിരിക്കും എൻഡ് ചെയ്യുക. കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കൊടുക്കാം. അതേപോലെ തന്നെ 26387 എന്ന് പറഞ്ഞ നമ്പറിന്റെ സ്ക്വയർ എന്തിലായിരിക്കും എൻഡ് ചെയ്യണേ, 9ലായിരിക്കും എൻഡ് ചെയ്യുക. കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കൊടുക്കാം. അതേപോലെ തന്നെ 52698 എന്ന് പറഞ്ഞ നമ്പറിന്റെ സ്ക്വയർ ഏത് നമ്പറിലായിരിക്കും എൻഡ് ചെയ്യണേ, ഏത് ഡിജിറ്റിലായിരിക്കും എൻഡ് ചെയ്യണേ, 4 എന്ന് പറഞ്ഞ ഡിജിറ്റിലായിരിക്കും എൻഡ് ചെയ്യുക. ഇനി 99880 എന്ന് പറഞ്ഞ നമ്പറിന്റെ സ്ക്വയർ ഏത് നമ്പറിലാണ് എൻഡ് ചെയ്യണേ, 0ലായിരിക്കും. അതേപോലെ തന്നെ ഫിഫ്ത്ത് ക്വസ്റ്റ്യന്റെ ആൻസർ 2ലാണ് എൻഡ് ചെയ്യണം. അപ്പൊ അതിന്റെ സ്ക്വയർ 4ലായിരിക്കും എൻഡ് ചെയ്യണം. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ 5 സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാം കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ 5 മാർക്ക്, തെറ്റുന്നതിന് ഓരോ മാർക്ക് വെച്ച് ഡിഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഡിഡക്ട് ചെയ്യാം. യെസ്. സെറ്റ് ആണെങ്കിൽ ടാറ്റ കാണിച്ചേ. യെസ്. 1049 പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 1049 പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലേ എന്ന് പറയാൻ പറ്റില്ല. 9ൽ എൻഡ് ചെയ്യണ നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആവാം. നോട്ട് എന്നാ ചോദിച്ചേക്കണേ. യെസ്. നാലാമത്തെ ക്വസ്റ്റ്യൻ 8 zeros ആണ് വരിക. 8 zeros. 4 zeros ഉള്ള നമ്പറിന്റെ സ്ക്വയറിൽ അതിന്റെ ട്വൈസ് നമ്പർ ഓഫ് സീറോസ് ഉണ്ടാവും, 8 zeros. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ 60യുടെ സ്ക്വയറിൽ എത്ര സീറോസ് ഉണ്ടാവുന്ന ചോദിച്ചേക്കണേ. 2 zeros ഉണ്ടാവും. ചിലപ്പോ 60യുടെ സ്ക്വയർ അവർ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. 600 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കൊടുത്തു കേട്ടോ. 600 അല്ല, 3600 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കൊടുത്തു. അതേപോലെ തന്നെ 400ന്റെ സ്ക്വയറിൽ 4 zeros ഉണ്ടാവും. 160000 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും മാർക്ക് കൊടുക്കുക. സെറ്റാണോ? സെറ്റാണെങ്കിൽ ടാറ്റ കാണിച്ചേ. യെസ്. അപ്പോ ആദ്യത്തെ ക്വസ്റ്റിന് 1 മാർക്ക്, രണ്ടാമത്തെ ക്വസ്റ്റിന് 1 മാർക്ക്, മൂന്നാമത്തെ ക്വസ്റ്റിന് 5 മാർക്ക്, നാലാമത്തെ ക്വസ്റ്റിന് 1 മാർക്ക്, അഞ്ചാമത്തെ ക്വസ്റ്റിന് 2 മാർക്ക്. അങ്ങനെ എഴുതിയാൽ മാർക്ക് കൊടുക്കാം, ഇങ്ങനെ എഴുതിയാൽ മാർക്ക് കൊടുക്കാം. കറക്റ്റ് ആവണം, സ്ക്വയർ എടുത്തേക്കണത് കറക്റ്റ് ആയിരിക്കണം, ഇത്രേ ഉള്ളൂ. യെസ്. പാരന്റ് പോർട്ടലിൽ 9.5 വേണമെങ്കിൽ 10 ആക്കി എഴുതിക്കോ, അല്ലെങ്കിൽ 9 ആക്കി എഴുതിക്കോ. 10 ആക്കി എഴുതിക്കോ. 9.5 10 ആക്കി എഴുതിക്കോ. ട്വൈസ് നമ്പർ ഓഫ് സീറോസ് വേണ്ട, നമ്പർ ഹാഫ് മാർക്ക് കൊടുത്താൽ മതി. ട്വൈസ് നമ്പർ ഓഫ് സീറോസ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഹാഫ് മാർക്ക് കൊടുത്താൽ മതി. 8 zeros എന്ന് എഴുതണം. ഹൗ മെനി എന്നാ ചോദിച്ചേക്കണം. അപ്പോൾ 8 zeros തന്നെ കറക്റ്റ് ആയിട്ട് എഴുതണം. യെസ്. ഓക്കെ. അപ്പോൾ നമ്മളുടെ ചെക്കിങ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മാർക്ക് ആഡപ്പ് ചെയ്തിട്ട് പാരന്റിനെ കൊണ്ട് സൈൻ ചെയ്തിട്ട് 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ഷാഡോ ടീച്ചർക്ക് അയക്കണം. നമ്മുടെ പാരന്റ് പോർട്ടൽ അല്ലെങ്കിൽ ആപ്പിലൂടെ മാർക്ക് എൻട്രി നടത്തും. ഇത് രണ്ടും ചെയ്തിട്ട് വേഗം തിരിച്ചു വന്നേ. 2 minutes ടൈം.